അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു നാടൻ മീൻകറി വെച്ചാലോ? മീൻകറി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് മത്തി അല്ലെങ്കിൽ ചാള. നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗത്തോട്ടൊക്കെ നമ്മൾ പറയുന്നത് ചാളയെന്നാണ് കേട്ടോ. നല്ല കുഞ്ഞൻ മത്തി, കുഞ്ഞൻ ചാള കിട്ടി കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒന്നും നോക്കിയില്ല, കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക്, കറിവേപ്പില, തക്കാളി, മുരിങ്ങക്കോല് ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. നമ്മുടെ ഈ ആറ്റിങ്ങൽ ഭാഗത്തോട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മീൻകറിയിൽ തക്കാളി മുരിങ്ങക്കോലൊക്കെ ഇടും. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ ഇടാറില്ല. ചിലർ ചോദിക്കും നിങ്ങൾ സാമ്പാറാണോ വയ്ക്കണമെന്ന്. സാമ്പാറല്ല കേട്ടോ, നല്ല മീൻകറി തന്നെയാണ്. മീൻകറിയിൽ മുരിങ്ങക്കോലും തക്കാളിയും പച്ചമാങ്ങയൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന സ്വാദുണ്ടല്ലോ, അത് പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ വല്ലപ്പോഴും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മീൻകറി വയ്ക്കാനുള്ളത് ചട്ടിയിലാണ്. എൻ്റെ ചട്ടി പൊട്ടിപ്പോയി, അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് മീൻകറി വെച്ചല്ലേ പറ്റൂ. ഞാൻ അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് മീൻകറി വെക്കാനായിട്ട് എടുത്തത്. നമ്മുടെ പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയൊക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ്, അപ്പോൾ അതൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മുടെ അരപ്പെന്ന് പറയുമ്പോൾ അറിയാലോ, മീൻകറിയിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ അരപ്പെന്ന് തന്നെയാണ് പറയുന്നത്. തേങ്ങ അരച്ച അരപ്പും, ചിലർ മത്തി മുളകിട്ട് വെക്കാറുണ്ട്. നമ്മളിങ്ങോട്ട് കൂടുതലും തേങ്ങ അരച്ചൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, 2 കഷ്ണം ചെറിയ ഉള്ളി, അപ്പം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല മിക്സിയിൽ അടിപൊളിയായിട്ട് അടിച്ചെടുക്കുക. ഇതൊന്ന് പരുവായി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്യുക. തക്കാളി ഇട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുരിങ്ങക്കോലി നമ്മൾ ഇടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ മുരിങ്ങക്കോലി തക്കാളി ഇട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കും. അതിൻ്റെ ആ ഒരു സത്ത് ഇറങ്ങി വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ അരപ്പ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഈ അരപ്പ് അഴിച്ച് ഒന്ന് നല്ല തിള വരണം. ഈ തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അതിലോട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ മത്തിയും കൂടെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അവസാനം അത് അവിയൽ വരുവാകും. ഇത് ഈ അരപ്പൊക്കെ നല്ലൊരു തിള വന്നതിന് ശേഷം നമ്മൾ ഈ മത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല കഷ്ണം പിന്നെ എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക്. എനിക്ക് കൊടുത്ത് തന്നെ കുറച്ച് മത്തി വറുക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടെയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിയും ഉള്ളിയും എല്ലാമൊക്കെയും നല്ലപോലെ വഴണ്ട് വന്നു. ആ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പം കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. ഈ അരപ്പം കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമാണ്. കാരണം അറിയാലോ, നമ്മൾ ഈ നാടൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒപ്പം ഈ അരച്ച തേങ്ങയുടെ മണമൊക്കെ ആകുമ്പോൾ തന്നെ വായിക്കാത്തൊരു വെള്ളമൂർന്ന മണം വരും കേട്ടോ. ഇതൊന്ന് നല്ലപോലെ നമ്മുടെ ഈ മീൻകറി ഒന്ന് തിളഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി അതിലോട്ട് അങ്ങോട്ട് ഇടും. ഇട്ടതിന് ശേഷം നല്ല അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഒരുപാട് തീ വേണ്ട, ഒരു കുറഞ്ഞ തീയിൽ ഇച്ചിരി അങ്ങോട്ട് നല്ല തിള വന്നതിന് ശേഷം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നല്ല മത്തി ഫ്രൈയുടെ കാര്യം പറഞ്ഞു തന്നല്ലോ, അതും അപ്പുറത്ത് ഒരുവിധമൊക്കെ ആയി വരികയാണ്. നമ്മുടെ മത്തി ഫ്രൈ ഇങ്ങനെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കിടെ എന്നെയും കൂടെ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ രണ്ടും കൂടി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ലൈക്കും കമൻസും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് നല്ല മീൻകറിയും സാമ്പാറും മോരും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അപ്പൂസ് വേൾഡിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടൻ മത്തി ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണിന് നമ്മൾ മത്തി പൊരിച്ചതും ചാളക്കറിയായിട്ട് ഒരു അടിപൊളി ഇതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.